ഹായ് ഈ വീഡിയോയിൽ നമ്മൾ ജോയിന്റ് പി എം എഫും മാർജിനൽ ഡിസ്ട്രിബ്യൂഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചുമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഒരു ഫോർമുല ആയിട്ട് തന്നിട്ടുണ്ട്. ഫോർമുല എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2x പ്ലസ് 3y ദ ഹോൾ ഡിവൈഡഡ് ബൈ 54 എന്നാണ്. അതുപോലെ എക്സ് എടുക്കുന്ന വാല്യൂസും വൈ എടുക്കുന്ന വാല്യൂസും ഏതൊക്കെയാണെന്നും ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂസ് 1 2, വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 1 2 ആൻഡ് 3. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെയും വൈന്റെയും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ജോയിന്റ് പി എം എഫ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാ ചെയ്യുന്നത് നോക്കിക്കേ. എക്സിന്റെയും വൈയുടെയും വാല്യൂസ് എഴുതാം. വൈയുടെ വാല്യൂസ് നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് എഴുതുന്നത്. അപ്പോൾ 1 2 ആൻഡ് 3. എക്സിന്റെ വാല്യൂസ് നമ്മൾ താഴേക്കാണ് എഴുതുന്നത്, കോളം ആയിട്ടാണ് എഴുതുന്നത്. ഏതൊക്കെയാണ് വാല്യൂസ് 1 ഉം 2. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് വരുന്നത്. ഇവിടെ നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈയും കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഈ ബോക്സിലെ വാല്യൂ എന്തായിരിക്കും എന്ന് നോക്കാം. അവിടെ എക്സ് ഈക്വൽ ടു 1 ആണ്, വൈയും എന്താണ് 1 ആണ് എടുക്കുന്നത്. അതായത് ഇവിടെ എക്സ് 1 ആണ്, വൈയും 1 ആണ്. അതായത് നമുക്ക് വേണ്ടുന്നത് എഫ് ഓഫ് 1 1ന്റെ വാല്യൂ ആണ്. എഫ് ഓഫ് 1 1 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. 2x പ്ലസ് 3y ദ ഹോൾ ഡിവൈഡഡ് ബൈ 54 ആണ്. അപ്പോൾ എക്സിന്റെ അവിടെ 1 ഉം വൈയുടെ അവിടെയും 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ 54. അതായത് നമ്മുടെ ആൻസർ വരുന്നത് 5/54 എന്നാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാല്യൂ 5/54 ഞാൻ എഴുതി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബോക്സിലെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ ബോക്സിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്, വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് അവിടെ വേണ്ടത് എന്താ എഫ് ഓഫ് 1 2 ആണ്. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ എഫ് ഓഫ് എക്സ് വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക 2 ഇൻറ്റു 1 പ്ലസ് 3 ഇൻറ്റു 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 54. അതായത് ഇതിനെ നമുക്ക് ഫൈനലി എന്താണ് കിട്ടുന്നത് 8/54 എന്ന് കിട്ടും. സോ ആ വാല്യൂ നമ്മൾക്ക് ഇവിടെ എഴുതാം 8/54. ഇതുപോലെ തന്നെ നമുക്ക് ഈ എല്ലാ ബോക്സിലെയും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ ഫോർമുലയിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് അങ്ങ് എഴുതുകയാണ് ജോയിന്റ് പി എം എഫ് ടേബിളിൽ. ഇനി നമുക്ക് ഈ ടേബിളിൽ നിന്ന് തന്നെ മാർജിനൽ പ്രോബബിലിറ്റീസും കൂടെ കണ്ടുപിടിച്ച് എഴുതാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് കിട്ടുന്നത് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് 1 ആണ്. അപ്പോൾ എങ്ങനെയാണ് അത് കിട്ടുന്നത്? എക്സ് ഈക്വൽ ടു 1ന്റെ റോ നോക്കുക, അതിലുള്ള എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 24/54 എന്നാണ്. അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4/9 എന്നാണ്. അതാണ് നമ്മുടെ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കാം? പി എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് മാർജിനൽ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് ടു എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതാണ്. ഈ റോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 30/54 എന്നാണ്. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5/9 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് വൈയും കണ്ടുപിടിക്കാം. ഈ വൈ ഓഫ് 1 ആണ് നമുക്ക് ഇവിടെ കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ്. ഈ താഴേക്കുള്ള നമ്മുടെ കോളത്തിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 12/54 എന്നാണ് കിട്ടുക. അതുപോലെ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2/9 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 2 കണ്ടുപിടിക്കാം, പി വൈ ഓഫ് 3 കണ്ടുപിടിക്കാം. അതിന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് എഴുതുകയാണ്. സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ എഴുതുന്നത്. നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് എക്സും മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് വൈയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും കിട്ടേണ്ടത്? 1 ആയിരുന്നു കിട്ടേണ്ടത്. അത് നമ്മൾ എഴുതി. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെയും വൈയുടെയും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കാമെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് എങ്ങനെ ഇത് എഴുതാമെന്നും കൂടി നോക്കാം. ആദ്യം നമുക്ക് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കറിയാം ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പി എക്സ് ഓഫ് ബ്രാക്കറ്റിൽ സ്മോൾ എക്സ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഫിക്സ്ഡ് ആണ്. പിന്നെ ഏത് വാല്യൂസ് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ? സ്മോൾ വൈ. സോ മാർജിനൽ പി എം എഫ് ഓഫ് എക്സിന്റെ ഫോർമുല നമ്മൾ എഴുതി. ഇനി നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 ഉം 2. സോ ഇതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കണം. അതായത് പി എക്സ് ഓഫ് 1 വേണം, പി എക്സ് ഓഫ് 2 വേണം. ഇത് രണ്ടും നമ്മൾ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. പക്ഷേ സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം.
സിമ്പിൾ ആണ്. ആദ്യം നമുക്ക് പി എക്സ് ഓഫ് 1 നോക്കാം. എന്ന് പറഞ്ഞാൽ എക്സിന്റെ സ്ഥാനത്ത് 1 ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡിൽ നോക്കിയാൽ മനസ്സിലാവും എക്സ് ഈക്വൽ ടു 1 ഇവിടെയാണ് കിടക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതൊക്കെ പ്രോബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്തു? ഈ 3 പ്രോബിലിറ്റീസ്. അതായത് ആദ്യത്തെ നമ്മുടെ ബോക്സിലെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? പി ഓഫ് 1 ആണ്. ഇത് പി ഓഫ് 1 ആണ്. ഇത് പി ഓഫ് 1 അതായത് എക്സിന്റെ സ്ഥാനത്ത് 1നെ ഫിക്സ് ചെയ്ത വാല്യൂസ്. സോ പി ഓഫ് 1 പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 1 അതായത് ഈ 3 വാല്യൂസ് 5/54 പ്ലസ് 8/54 പ്ലസ് 11/54 ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്തല്ലേ നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതിയത്. അത് തന്നെ ഞാൻ ഇവിടെ സ്റ്റെപ്പായിട്ട് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആഡ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് 24/54 എന്ന് എഴുതുകയാണ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4/9 എന്ന് കിട്ടും. ഡീറ്റെയിൽഡ് സ്റ്റെപ്സ് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് പി എക്സ് ഓഫ് 1 അതുപോലെ പി എക്സ് ഓഫ് 2. അപ്പൊ നമുക്ക് പി എക്സ് ഓഫ് 2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ സ്ഥാനത്ത് 2നെ ഫിക്സ് ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് സൈഡിൽ സ്ലൈഡിൽ നോക്കിയാൽ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 3 പ്രോബിലിറ്റീസ്. ഇത് ഏതൊക്കെ പ്രോബിലിറ്റീസ് ആ? പി ഓഫ് 21 ആണ് ഇത്. ഈ ബോക്സ് എന്ന് പറയുന്നത് പി ഓഫ് 22 ആണ്. ഇത് പി ഓഫ് 23 ആണ്. നമുക്കിവിടെ എഴുതാം പി ഓഫ് 21 പ്ലസ് പി ഓഫ് 22 പ്ലസ് പി ഓഫ് 23. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ആക്കി വൈനെ വേരി ചെയ്തു. അതിനുശേഷം നമുക്ക് പ്രോബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്യാം. 7/54 പ്ലസ് 10/54 പ്ലസ് 13/54. അതായത് നമുക്ക് 30/54 എന്നാണ് അവിടുത്തെ നമ്മുടെ വാല്യൂ കിട്ടുന്നത്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 5/9 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് കിട്ടി. ഇതിനെ നമുക്ക് ടേബിൾ ആയിട്ട് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എക്സ് എഴുതി. എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? 1 ഉം 2 ആയിരുന്നു. താഴെ നമുക്ക് ഇവരുടെ മാർജിനൽ പ്രോബബിലിറ്റി ആണ് വേണ്ടത്. 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയത് 4/9 ആണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ പ്രോബിലിറ്റി 5/9 ആണ്. ഇതാണ് നമ്മുടെ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാർജിനൽ പി എം എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാം. അപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? പി വൈ ഓഫ് സ്മോൾ വൈ ഈക്വൽ ടു, ഇവിടെ നമ്മുടെ വേരി ചെയ്യുന്ന വാല്യൂസ് ഏതാ? എക്സ് വാല്യൂസ് ആണ് വേരി ചെയ്യുന്നത്, വൈ ഫിക്സ്ഡ് ആണ്. സോ സമ്മേഷൻ പിന്നെ പി ഓഫ് എക്സ് വൈ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ വൈ എടുക്കുന്ന വാല്യൂസ് ഈ കേസിൽ ഏതൊക്കെയാ? 1, 2, 3 3 വാല്യൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പി വൈ ഓഫ് 1 വേണം, പി വൈ ഓഫ് 2 വേണം, അതുപോലെ പി വൈ ഓഫ് 3 വേണം. സോ നമുക്ക് ആദ്യം പി വൈ ഓഫ് 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതായത് വൈ ഈക്വൽ ടു 1നെ ഫിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ജോയിന്റ് പി എം എഫ് ടേബിൾ നോക്കിക്കേ. അപ്പോൾ വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. എക്സ് വാല്യൂസിനെ നമ്മൾ വേരി ചെയ്യിക്കുക. നമുക്ക് വേണ്ടുന്നത് പി ഓഫ് 1,1 പ്ലസ് പി ഓഫ് 2,1 ആണ്. അതായത് വൈയുടെ സ്ഥാനത്ത് നമ്മൾ 1നെ ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ലൈഡ് നോക്കിയാൽ ഇവിടെ പി ഓഫ് 11ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 5/54 ആണ്. പി ഓഫ് 21 എന്ന് പറയുന്നത് 7/54. ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12/54 എന്നാണ് കിട്ടുന്നത്. അതായത് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 2/9 എന്ന് നമുക്ക് പി വൈ ഓഫ് 1നെ കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 2 കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പി വൈ ഓഫ് 3 കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പി വൈ ഓഫ് 2 എന്ന് പറയുമ്പോൾ വൈയുടെ സ്ഥാനത്ത് 2നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ താഴോട്ടുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുത്ത് ആഡ് ചെയ്യുന്നത്. നമുക്ക് 1/3 എന്നാണ് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതുകയാണ്. അതുപോലെ നമുക്ക് പി വൈ ഓഫ് 3 കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? വൈ ഈക്വൽ ടു 3യെ ഫിക്സ് ചെയ്താൽ മതി. അതായത് വൈ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നത്. സോ ഇതിന്റെ താഴോട്ടുള്ള വാല്യൂസ്, അതായത് പി ഓഫ് 1,3 പ്ലസ് പി ഓഫ് 2,3 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 4/9 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മുടെ മാർജിനൽ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് ടേബിൾ എഴുതിയാൽ മതി. മാർജിനൽ പി എം എഫ് ഓഫ് വൈ കാണിക്കുന്ന ടേബിൾ. അപ്പോൾ നമ്മൾ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എഴുതിയ പോലെ തന്നെയാണ്. വൈ ആദ്യം കൊടുത്തു, വാല്യൂസ് 1, 2, 3 ആണ്. മാർജിനൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് വൈ. എന്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? പി വൈ ഓഫ് 1 എന്ന് പറയുന്നത് 2/9 ആണ്. അടുത്തത് 1/3 ആണ്. അടുത്തത് 4/9 ആണ്. ഇതാണ് നമ്മുടെ മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാർജിനൽ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ടേബിളിൽ നിന്ന് തന്നെ എഴുതാമെങ്കിലും നമ്മുടെ ഫോർമുല എഴുതി അത് ഉപയോഗിച്ച് പ്രോബബിലിറ്റീസിനെ ആഡ് ചെയ്ത് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ മാർജിനൽ പി എം എഫ് ഓഫ് എക്സിനെയും വൈയെയും ടേബിൾ ആക്കി കൂടി കാണിക്കുക. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്.
നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ രണ്ട് കോയിൻസ് ടോസ് ചെയ്യാണ്. എക്സ് എന്ന റാൻഡം വേരിയബിളെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് ഓൺ ഫസ്റ്റ് കോയിൻ. ആദ്യത്തെ കോയിനിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സിനെയാണ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ വൈ എന്ന് പറയുന്നത് എന്റെ രണ്ടാമത്തെ കോയിനിൽ കിട്ടുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ കോയിനിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം രണ്ടാമത്തെ കോയിനിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതായത് ദ റിസൾട്ട് ഓഫ് ഫസ്റ്റ് കോയിൻ ഡസ് നോട്ട് എഫക്ട് ദ സെക്കൻഡ് കോയിൻ. രണ്ടിന്റെയും ഔട്ട്കംസ് തമ്മിൽ എന്താണ് ബന്ധമില്ല, ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ എക്സും വൈയും എന്ന റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ്. അതാണ് ഇവിടെ ഞാനൊരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു എക്സ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ട് ഹാപ്പൻസ് ടു വൈ. അപ്പോൾ നമുക്കിതിന്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ, മാത്തമെറ്റിക്കൽ ഡെഫിനേഷൻ നോക്കാം. ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസിന്റെ ടു റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ സെറ്റ് ടു ബി ഇൻഡിപെൻഡന്റ്. എപ്പോഴാണ് രണ്ട് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്? ഇഫ് ഫോർ എവറി പെയർ ഓഫ് എക്സ് ആൻഡ് വൈ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എല്ലാ പെയർ ഓഫ് എക്സ് വൈ എടുക്കുക, ആ എല്ലാ പെയേഴ്സിനും ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതെന്താണ്? പി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി ആണ്. ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മാർജിനൽ പ്രോബബിലിറ്റീസ് ഓഫ് എക്സ് ആൻഡ് വൈയുടെ പ്രോഡക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ എക്സ് വൈ പെയേഴ്സിനും ഈ ഒരു ഫോർമുല സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുള്ളൂ? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇതും പ്രീവിയസ്ലി ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ 2-dimensional റാൻഡം വേരിയബിൾ എക്സ് വൈ ഇസ് ഗിവൺ. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈയുടെ ജോയിന്റ് പി എം എഫിനെ തന്നിട്ടുണ്ട്. ഫോർമുല ആയിട്ടാണ് തന്നിരിക്കുന്നത്. പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? സി ഇൻറ്റു 2x + 3y എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0, 1, 2 ആണ്. ആൻഡ് വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് 1, 2, 3 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് എക്സിന്റെയും വൈയുടെയും മാർജിനൽ പി എം എഫ് കണ്ടുപിടിക്കുക. അതിനുശേഷം എക്സും വൈയും ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് സിയുടെ വാല്യൂ ആണ് വേണ്ടുന്നത്. അപ്പോൾ അതെങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുക? നമുക്കറിയാം, നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ടേബിൾ ഉണ്ടല്ലോ, അതിനെ നമുക്ക് ആദ്യം എഴുതാം. അപ്പൊ എക്സും വൈയും എഴുതി. വൈയുടെ വാല്യൂസിനെ ഞാൻ 1, 2, 3 എന്നിവിടെ ഇട്ടു. എക്സിന്റെ വാല്യൂസിനെ താഴേക്ക് 0, 1, 2 എന്നും ഇട്ടു. നമ്മുടെ ആദ്യത്തെ ബോക്സിലെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ജോയിന്റ് പ്രോബബിലിറ്റി. അതായത് അവിടെ എക്സ് എന്ന് പറയുന്നത് 0യും വൈ എന്ന് പറയുന്നത് 1ഉം ആണ്. നമുക്ക് വേണ്ടത് പി ഓഫ് 0, 1 ആണ്. നമ്മുടെ പി ഓഫ് എക്സ് വൈ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. സി ഇൻറ്റു 2x + 3y ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് 0യും വൈയുടെ സ്ഥാനത്ത് 1ഉം ഇട്ട് കൊടുത്താൽ മതി. അതായത് സി ഇൻറ്റു ബ്രാക്കറ്റിൽ 2 × 0 + 3 × 1. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന എന്താണ്? 3c എന്നാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് വാല്യൂ 3c ആണ്. അടുത്തത് നെക്സ്റ്റ് ബോക്സിൽ നമുക്ക് വേണ്ടത് x = 0യും y = 2. അതായത് പി ഓഫ് 0, 2 ആണ്. അപ്പൊ അതിനെ നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6c എന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ബോക്സിലെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓരോ ജോയിന്റ് പ്രോബബിലിറ്റീസും നമ്മുടെ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ വാല്യൂസ് അങ്ങ് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വാല്യൂസ് എല്ലാം എഴുതി, ജോയിന്റ് പ്രോബബിലിറ്റീസ് എല്ലാം എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എല്ലാ ജോയിന്റ് പ്രോബബിലിറ്റീസും സിയുടെ ടേംസിലാണ് കിടക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോയിന്റ് പി എം എഫിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിലെ എല്ലാ പ്രോബബിലിറ്റീസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 1 ആണ് കിട്ടുക. ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് സമ്മേഷൻ വൈ പി ഓഫ് എക്സ് വൈ = 1 എന്നായിരുന്നു. നമ്മുടെ ഈ പി എം എഫ് ജോയിന്റ് പി എം എഫ് ടേബിളിലെ എല്ലാ പ്രോബബിലിറ്റീസും കൂടെ എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്കൊന്ന് എഴുതാം. ആദ്യത്തെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? 3c + 6c + 9c. എല്ലാ ജോയിന്റ് പ്രോബബിലിറ്റീസിനെ ഞാൻ ആഡ് ചെയ്തു, = 1 എന്ന് ഇട്ടു. അത് നമ്മുടെ ജോയിന്റ് പി എം എഫിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി? LHSലെ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 72c എന്നാണ് കിട്ടുന്നത്, = 1. അതായത് ഇവിടുന്ന് നമുക്ക് സിയുടെ വാല്യൂ എന്താ കിട്ടുന്നത്? 1/72 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കിട്ടി. സിയുടെ വാല്യൂ 1/72 ആണ്. അപ്പോൾ ഈ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. അതിനുശേഷം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്തായിരുന്നു? 3c ആയിരുന്നു. അപ്പൊ സിയുടെ വാല്യൂ 1/72 ആണ്. അപ്പൊ നമുക്ക് 3c എന്ന് പറയുന്നത് 3/72 ആണെന്ന് കിട്ടും. അങ്ങനെ എല്ലാ വാല്യൂസിനെയും ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ എഴുതാണ്. സിക്ക് 1/72 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റീസിനെ ഡയറക്റ്റ് ആയിട്ട് ഞാൻ എഴുതിയിട്ട് കാണിക്കാം. ജോയിന്റ് പി എം എഫ് ടേബിളിനെ ഞാൻ റീറൈറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അല്ലേ?
അപ്പോൾ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അങ്ങ് എഴുതാം. എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പും കൂടി കാണിച്ചേക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് പി എക്സ് ഓഫ് എക്സ്, മാർജിനൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് മാർജിനൽ പ്രോബിലിറ്റി ഓഫ് വൈ ആണ്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് മാർജിനൽ പ്രോബിലിറ്റി ഫോർ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു 0 ഇതാണ്. ഈ വാല്യൂസ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18/72 എന്നാണ് കിട്ടുന്നത്. ഇതേ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. അതുപോലെ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന റോയിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24/72 എന്ന് കിട്ടും. അതുപോലെ പി എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് ഈ റോയിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30/72 എന്നാണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മാർജിനൽ പ്രോബിലിറ്റീസ് ഓഫ് വൈയും കൂടെ കണ്ടുപിടിക്കാം. ആദ്യത്തെ നമ്മുടെ y ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15/72 ആണ്. അതാണ് നമ്മുടെ പി വൈ ഓഫ് 1. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 2ഉം പി വൈ ഓഫ് 3യും കൂടെ എഴുതിയിട്ട് കാണിക്കാം. നമ്മുടെ ഫൈനൽ വാല്യൂ എന്തായിരിക്കും കിട്ടുക? എപ്പോഴും 1 ആയിരിക്കും കിട്ടുക. ഇനി നമുക്ക് മാർജിനൽ പ്രോബിലിറ്റീസിന്റെ സ്റ്റെപ്പ് എഴുതി സെപ്പറേറ്റ് ആയിട്ട് മാർജിനൽ പി എം എഫ് ടേബിളും കൂടെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഫോർമുല നമുക്ക് എഴുതാം. സമ്മേഷൻ ഓവർ വൈ പി ഓഫ് എക്സ് വൈ ആണ്. അപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ്? 0, 1, 2 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പി എക്സ് ഓഫ് 0 കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? അപ്പോൾ പി എക്സ് ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് ഈക്വൽ ടു 0 ഇതാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3/72 പ്ലസ് 6/72 പ്ലസ് 9/72. അപ്പോൾ പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 ഫിക്സ് ചെയ്യാണ്. വൈയുടെ വാല്യൂസ് വേരി ചെയ്യുക. അപ്പോൾ പി ഓഫ് 01 പ്ലസ് പി ഓഫ് 02 പ്ലസ് പി ഓഫ് 03. 3 വാല്യൂസ് ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 18/72 എന്നാണ് ലാസ്റ്റ് വാല്യൂ കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് പി എക്സ് ഓഫ് 1ഉം കണ്ടുപിടിക്കാം. അതായത് എക്സിന്റെ സ്ഥാനത്ത് 1 ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്നത്? നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നോക്കിയാൽ മതി. പി ഓഫ് 1 വേണം, പ്ലസ് പി ഓഫ് 1 പ്ലസ് പി ഓഫ് 1 അപ്പോൾ ആ വാല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അതായത് 5/72 പ്ലസ് 8/72 പ്ലസ് 11/72 ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 24/72 ആണ് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് പി എക്സ് ഓഫ് 2 നമുക്ക് കണ്ടുപിടിക്കാം. അത് അവിടെ നമുക്ക് കിട്ടുന്നത് 30/72 എന്നാണ്. അപ്പോൾ നമ്മുടെ എക്സിന്റെ എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് എഴുതിയാൽ മതി? നമ്മുടെ ടേബിൾ അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പി എം എഫ് ടേബിൾ എങ്ങനെയാ വരിക? എക്സ് എന്ന് പറയുന്നത് 0, 1, 2 എന്ന വാല്യൂസ് ആണ് എടുക്കുന്നത്. താഴെ നമുക്ക് മാർജിനൽ പ്രോബിലിറ്റീസ് എഴുതാം. ആദ്യം കിട്ടിയ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബിലിറ്റി 18/72 ആണ്. 1ന് കിട്ടിയത് 24/72, അടുത്തത് 30/72. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് എക്സിന്റെ മാർജിനൽ പി എം എഫ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്കിനി മാർജിനൽ പി എം എഫ് ഓഫ് വൈയും കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഈ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. മാർജിനൽ പി എം എഫ് ഓഫ് വൈ എന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പി വൈ ഓഫ് വൈ ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ആണ്. കാരണം എക്സ് അല്ലേ വേരി ചെയ്യുന്നത്. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് പി ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ ഫോർമുല. വൈ എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1, 2 ആൻഡ് 3 ആണ്. അപ്പൊ നമുക്ക് പി വൈ ഓഫ് 1 എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് ആഡ് ചെയ്യേണ്ടത്? വൈക്ക് നമ്മൾ 1 ഫിക്സ് ചെയ്യുന്നു, എക്സിന്റെ വാല്യൂസ് വേരി ചെയ്യുന്നു. അപ്പൊ ജോയിന്റ് പി എം എഫ് ടേബിൾ നോക്കിയാൽ അപ്പോൾ y ഈക്വൽ ടു 1 ഇതാണ്. അപ്പൊ ഈ കോളത്തിൽ കിടക്കുന്ന വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 15/72 ആണ് കിട്ടുന്നത്. സോ അതിന് ഏതൊക്കെ പ്രോബിലിറ്റീസ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഈ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് 01 ആണ്. അടുത്ത ബോക്സ് എന്ന് പറയുന്നത് പി ഓഫ് 11 ആണ്. അടുത്തത് പി ഓഫ് 21 ആണ്. സോ ഈ 3 പ്രോബിലിറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ പി ഓഫ് 01 പ്ലസ് പി ഓഫ് 11 പ്ലസ് പി ഓഫ് 21. ഇവിടെ എന്താ ചെയ്തത്? വൈയുടെ സ്ഥാനത്ത് 1 ഫിക്സ്ഡ് ആണ്. എക്സിന്റെ വാല്യൂസ് മാത്രം നമ്മൾ വേരി ചെയ്തു. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് ആഡ് ചെയ്യുമ്പോൾ 3 പ്ലസ് 5 പ്ലസ് 7 ഹോൾ ഡിവൈഡഡ് ബൈ 72, അതായത് നമുക്ക് 15/72 എന്ന് കിട്ടും. ഇതുപോലെ തന്നെ നമുക്ക് പി വൈ ഓഫ് 2ഉം പി വൈ ഓഫ് 3യും നമ്മുടെ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്ന് ആഡ് ചെയ്ത് കാണിക്കുക. അപ്പോൾ പി വൈ ഓഫ് 2 എന്ന് പറയുന്നത് 24/72 ആണ് കിട്ടുന്നത്. പി വൈ ഓഫ് 3 എന്ന് പറയുന്നത് 33/72 എന്ന് നമുക്ക് കിട്ടും. ലാസ്റ്റ് നമ്മുടെ ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുക? വൈയും അതുപോലെ പി വൈ ഓഫ് വൈ. വൈ എന്ന് പറയുന്നത് 1, 2, 3 എന്ന വാല്യൂസ് ആണ് എടുക്കുന്നത്. പി വൈ ഓഫ് 1 എന്ന് പറയുന്നത് 15/72 ആണ്. പി വൈ ഓഫ് 2 എന്ന് പറയുന്നത് 24/72. പി വൈ ഓഫ് 3 എന്ന് പറയുന്നത് 33/72.
72. ഇതാണ് നമ്മുടെ വൈയുടെ മാർജിനൽ PMF ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് തേർഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോഡക്റ്റ് ഓഫ് ദെയർ മാർജിനൽ പ്രോബബിലിറ്റീസ്, അതായത് പി എക്സ് ഓഫ് എക്സ് ഇൻറ്റു പി വൈ ഓഫ് വൈ ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി ടേബിൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ ജോയിന്റ് പ്രോബബിലിറ്റി തന്നെ എടുക്കാം. ഏതാണ്? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. അപ്പോൾ അവിടുത്തെ നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി ഏതാ കിടക്കുന്നത്? 3/72 ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. എന്താണ്? പി ഓഫ് 0, 1 എന്ന് പറയുന്നത് 3/72 എന്ന് എഴുതാം. പി ഓഫ് 0, 1 is equal to 3/72. പി ഓഫ് 0, 1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിട്ട് കിട്ടണം നമുക്ക്? പി എക്സ് ഓഫ് 0 ഇൻറ്റു പി വൈ ഓഫ് 1നോട് ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പൊ നമ്മുടെ ജോയിന്റ് PMF ടേബിളിൽ നിന്ന് നമുക്ക് പി എക്സ് ഓഫ് 0യും പി വൈ ഓഫ് 1ഉം എന്താണെന്നൊന്ന് നോക്കാം. പി എക്സ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 18/72 ആ. പി വൈ ഓഫ് 1 എന്ന് പറയുന്നത് 15/72. അപ്പൊ അത് രണ്ടും കൂടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. പി എക്സ് ഓഫ് 0 നമ്മൾ കണ്ടുപിടിച്ചത് 18/72 എന്നാണ്. പി വൈ ഓഫ് 1 നമുക്ക് കിട്ടിയത് 15/72 ആ. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടാനായിട്ട് പോകുന്നില്ല? 3/72 കിട്ടാനായിട്ട് പോകുന്നില്ല. അതായത് പി ഓഫ് 0, 1 എന്ന് പറയുന്നത്, ഈ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു അവരുടെ മാർജിനൽ പ്രോബബിലിറ്റീസിന്റെ പ്രോഡക്റ്റ് അല്ല. നോട്ട് ഈക്വൽ ടു പി ഓഫ് 0 ഇൻറ്റു പി വൈ ഓഫ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സും വൈയും എന്തല്ല? നോട്ട് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജോയിന്റ് PMF-ൽ നിന്ന് എങ്ങനെയാണ് മാർജിനൽ PMF കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ രണ്ട് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആണോ എന്നും എങ്ങനെയാണ് നോക്കുന്നതെന്ന് കണ്ടു. സോ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.